റോഡിലെ നിയമലംഘനങ്ങൾക്ക് പിഴയിട്ടാൽ നടപടികൾക്കായി പോലീസ് സ്റ്റേഷനിൽ ദിവസങ്ങളോളം കയറി ഇറങ്ങേണ്ടി വരുന്നതായി പരാതി. സാമൂഹിക പ്രവർത്തകൻ വിനു പുല്ലാനൂരാണ് തന്റെ നിരവധി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ബൈക്കിൽ ട്രിപ്പിൾ യാത്ര, ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്ര, ലൈസൻസ് ഇല്ലാതെ യാത്ര എന്നിവ സാധാരണക്കാരെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഏറ്റവും വലിയ നിയമ ലംഘനങ്ങളാണ്. കാരണം സാമൂഹ്യ നന്മ മുൻനിർത്തി പോലീസിന്റെ ഏറ്റവും വലിയ കൃത്യനിർവഹണത്തിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള നിയമം ലംഘിക്കുന്നവരെ പിടികൂടുക എന്നതും വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുവെക്കുക എന്നതുമാണ്. ഫൈൻ അടക്കാൻ തയ്യാറായി ചെന്നാൽ ഫൈൻ അടച്ച് വണ്ടി വിട്ടുകിട്ടാൻ ദിവസങ്ങളോളം പോലീസിന്റെ ദയാദാക്ഷിണ്യം കാത്തുനിൽക്കേണ്ട അവസ്ഥ ഇത്തരം നിയമ നടപടിയുടെ ബാക്കി പത്രങ്ങൾ ആണെന്നും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ചില സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ പറഞ്ഞു. സാധാരണക്കാരന്റെ ഇത്തരം നിയമ ലംഘനങ്ങളിൽ നിരന്തരം ഇടപെടേണ്ടി വരുന്ന പൊതുപ്രവർത്തകന്റെ അവസ്ഥ അതിലേറെ ദയനീയമാണ്. യാതൊരു പരിചയമോ ഒരു പൗരന് തരേണ്ട പരിഗണന പോലും കിട്ടാത്ത അവസ്ഥ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് സങ്കടകരമാണെന്നും നിയമം മറികടന്ന് ഒരു ഔദാര്യവും നിയമപാലകരുടെ അടുത്തൊന്നും ആവശ്യപ്പെടുന്നില്ലെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. വളരെ വിഷമകരമായൊരു സാഹചര്യം, ഒരു ദുരനുഭവം എനിക്ക് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നേടുകയുണ്ടായി. ഏകദേശം 15 വർഷത്തോളമായിട്ട് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പല പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം മുതൽ ഇപ്പോൾ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ഇരിക്കുന്ന ഈ നിമിഷം വരെ സാധാരണക്കാരന് ആവശ്യമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനമാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന 2-3 സർക്കാർ സ്ഥാപനങ്ങളാണല്ലോ, വില്ലേജ് ഓഫീസായാലും പഞ്ചായത്ത് ഓഫീസായാലും പോലീസ് സ്റ്റേഷനായാലും ഒക്കെ. ആ പോലീസ് സ്റ്റേഷനകത്ത് എത്രയോ തവണ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കായിട്ട് പല SI-മാരെ കീഴിൽ ഉണ്ടായിട്ടുണ്ട്, പല CI-മാരോട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ CI ആയിട്ടും 2-3 വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വളരെ ഒരു വിഷമകരമായ സാഹചര്യം ഉണ്ടായി. ഒരു 2-3 ദിവസം മുമ്പ് കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് സേതുവേട്ടൻ അവരുടെ ഒരു റിലേറ്റീവ് വളാഞ്ചേരിയിൽ നിന്ന് ത്രിബിൾ വെച്ച് ബൈക്ക് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം CI ബന്ധപ്പെട്ട് സംസാരിച്ച് നോക്കി. നിയമപരമായിട്ട് ഫൈൻ അടച്ച് അത് വിട്ടുകൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം എന്നുള്ളത്. ഇന്നലെയാണ് അറിഞ്ഞത്. ഞാൻ ഏകദേശം ഏപ്രിൽ 1-ാം തീയതി പിടിച്ച ബൈക്കാണ് എന്നുള്ളത്. ഏപ്രിൽ 1-ാം തീയതി, ഇന്നലെ മെയ് 1-ആണ്. ഒരു മാസമായിട്ട് ഒരു ത്രിബിൾ വെച്ചു എന്നുള്ള കാരണത്താൽ അവർ ഫൈൻ അടച്ച് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താണെന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന്റെ ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലികളും. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.